സ്വാഭാവികമായി ഒരു ക്ഷീണമൊക്കെ വരും. ഇന്ന് പോലെ ആൾക്കാർ നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ വളരെ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. മനുഷ്യ സഹജമായിട്ടുള്ള സംഗതിയാണ്. കുറേ ദിവസം തന്നെ റൂട്ടീനായിട്ട് പോകുമ്പോൾ ഒരു തരത്തിലുള്ള ക്ഷീണം വന്നു. അപ്പോൾ സാധാരണ പറയുന്നത് പോലെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എനിക്കും തോന്നിയതുകൊണ്ട് ഇന്ന് ചെറിയ രീതിയിലുള്ള വിഷ്വലൈസേഷനിലൂടെ കുറച്ച് കാര്യം പറയാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം, ഇന്നലെ ഞാൻ സൂചിപ്പിച്ച പോലെ, ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് ബുദ്ധിശക്തി കൂടണം എന്നുള്ളത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയിൽ നിരന്തരമായി അത് മുഴുവനായിട്ട് പഠിക്കാൻ കഴിയുക എന്ന് പറയുന്നത്. ഒരുപാട് സപ്ലി ഉള്ള ഒരാളോട് പോയി ചോദിച്ചാലും ഓൻ്റെ ഉള്ളിലും ഉണ്ടാവും ആഗ്രഹം എങ്ങനെയെങ്കിലുമൊക്കെ കോഴ്സ് പൂർത്തീകരിക്കണമെന്ന്, കോഴ്സ് മുഴുവനാക്കണം. ഒരുപാട് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടും ചില ആളുകൾക്ക് സ്വാഭാവികമായിട്ടും പഠിച്ചു മുന്നേറാൻ കഴിയാത്ത ഒരു തലത്തിലേക്ക് വരികയും ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസ അലൈഹി ഇസ്ലാമയുമായി ബന്ധപ്പെട്ട് ഒരു ചരിത്ര സംഭവം പറയുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാം ഒരിക്കൽ ഇതുപോലെ ഇസ്രായേൽ സമൂഹത്തിന്റെ ഇടയിൽ സംസാരിക്കാൻ വേണ്ടി എഴുന്നേറ്റുണ്ട്. അദ്ദേഹത്തിന്റെ ദീർഘമായ പ്രഭാഷണത്തിന് ശേഷം ആളുകൾ മുഴുവൻ അതിലിങ്ങനെ ലയിച്ചു ചേർന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ കടന്നു വന്നുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമയോട് ചോദിച്ചു, ഈ ലോകത്ത് നിങ്ങളെക്കാൾ കൂടുതൽ അറിവുള്ള ആരെങ്കിലും ഉണ്ടോ? മൂസ അലൈഹി ഇസ്ലാം ആലോചിച്ചു, പ്രവാചകനായ ഞാൻ, ഈ സമൂഹത്തിൽ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട ഞാനല്ലാതെ മറ്റാരാണ് ഏറ്റവും കൂടുതൽ അറിവുണ്ടാവുക? പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തിരുത്താൻ വേണ്ടി, മൂസ അലൈഹി ഇസ്ലാമക്ക് പറ്റിയ അബദ്ധത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പിന്നീട് ഒരു ട്രെയിനിങ്ങിലേക്ക് അയക്കുന്നുണ്ട്. സൂറത്ത് കഹ്ഫിൽ ഖിദ്ർ അലൈഹി ഇസ്ലാമയുമായി ബന്ധപ്പെട്ട് കണ്ടുമുട്ടുന്ന ഒരു സംഭവം രൂപപ്പെട്ടു വരുന്നത് അങ്ങനെയാണ്. ആ ചരിത്ര സംഭവം വിശദീകരിക്കുമ്പോൾ അവര് കണ്ടുമുട്ടുന്ന ഒരു രംഗം ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. ഒരു കപ്പലിൽ വെച്ചാണ് ഖിദ്ർ അലൈഹി ഇസ്ലാമയും മൂസ അലൈഹി ഇസ്ലാമയും കണ്ടുമുട്ടുന്നത്. അപ്പൊ ഖിദ്ർ അലൈഹി ഇസ്ലാമയും മൂസ അലൈഹി ഇസ്ലാം പുറത്തേക്ക് നോക്കിയപ്പോൾ ഇതുപോലെ ഒരു കുരുവി ഒരു സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഇങ്ങനെ കൊത്താൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങേയറ്റം ദാഹിച്ചിട്ടാണ് ആ കുരുവി ഇരിക്കുന്നത്. ഖിദ്ർ അലൈഹി ഇസ്ലാം മൂസ അലൈഹി ഇസ്ലാമയോട് ആദ്യം തന്നെ അഭിസംബോധന ചെയ്യുന്നത് ഇങ്ങനെയാണ്: യാ മൂസ മാ ഇൽമി വ ഇൽമുക ഫീ ഇൽമില്ലാഹി ഇല്ലാ മിസ്ലു മാ നഖസ ഹാദൽ ഉസ്ഫൂർ മിനൽ ബഹർ. ഈ ആഴക്കടലിലെ, ഈ സമുദ്രത്തിലെ, ഈ വിശാലമായ സമുദ്രത്തിലെ വെള്ളം മുഴുവൻ കുടിച്ചു തീർക്കാനുള്ള ആഗ്രഹം ഈ കുരുവിക്കുണ്ട്. പക്ഷെ അതിന്റെ പരിമിതി എന്ന് പറയുന്നത് ഇതിന് ഈ ഒരു കൊക്കിൽ കൊള്ളാവുന്നതേ അതിന് കുടിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇത് പറഞ്ഞുകൊണ്ടാണ് ആ ട്രെയിനിങ് ആരംഭിക്കുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചരിത്ര സന്ദർഭത്തെ മുൻനിർത്തിക്കൊണ്ട് പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ഒരു പ്രയോഗം തന്നെ ഇൻഫർമേഷന്റെ ഒരു ബോംബ് ബ്ലാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്നാണ് പറയുന്നത്. യുദ്ധം പോലെ ബോംബ് ബ്ലാസ്റ്റിംഗ് ആയിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്നത്. ഒരു വർഷത്തിൽ ഏകദേശം 2.2 മുതൽ 4 മില്യൺ ബുക്കുകൾ പബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. ബുക്കിന്റെ മാത്രം കണക്കാണ്. എന്ന് പറഞ്ഞാൽ 6000-നും 11,000-നും ഇടയിൽ ഒരു ദിവസം പുസ്തകങ്ങൾ രചിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പബ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. ഒരു പുസ്തകം രചിക്കപ്പെടണമെങ്കിൽ എത്രമാത്രം ആശയങ്ങൾ സ്വാഭാവികമായി രൂപപ്പെട്ടു വരും. അതുപോലെ തന്നെ അത് വീണ്ടും ഒരു മിനിറ്റിലേക്ക് ആലോചിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമ്മളിപ്പോ സംസാരിച്ചു തുടങ്ങി 3-4 മിനിറ്റായി. ഇതിന്റെ ഇടയിൽ തന്നെ 12 അടുത്ത പുസ്തകം മിനിമം ഇതിന്റെ ഇടയിൽ തന്നെ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും, പുതിയതായി ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അത്രമാത്രം വിശാലമായ ഒരു ലോകത്ത് ഇനി എങ്ങനെയായിരിക്കണം പഠനങ്ങൾ, അല്ലെങ്കിൽ ഈ ലോകത്ത് പുതിയ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നിങ്ങളുടെ ഒരു ജനറേഷനിൽ ഇനി അങ്ങോട്ട് അഭിമുഖീകരിക്കുന്ന ഒരു കാലത്ത് എങ്ങനെയായിരിക്കും പഠനങ്ങൾ പോലും സംഭവിക്കുക എന്നതിനെ കുറിച്ചൊരു
പുതിയ രീതിയിലുള്ള ചില വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഫുഡ് ഡയറ്റീഷ്യൻസിന് വലിയ മാർക്കറ്റാണ്. ഫുഡിന്റെ ഡയറ്റ് പ്ലാൻ പറഞ്ഞു കൊടുക്കുക, അവരുടെ വെയിറ്റ് ഗെയിനും വെയിറ്റ് ലോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരു ട്രെൻഡാണ്. ഇന്ന് അതുപോലെ തന്നെ ഇനി ട്രെൻഡാക്കാൻ പോകുന്ന ഒന്നാണ് ഇൻഫർമേഷൻ ഡയറ്റ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളിൽ ഒരു വ്യക്തിനെ വിളിച്ചുകൊണ്ട് നിങ്ങളെ കൺസൾട്ട് ചെയ്ത്, നിങ്ങളെ അനലൈസ് ചെയ്ത്, നിങ്ങളുടെ നിലവിലുള്ള സ്ഥിതിഗതികളെ മുഴുവൻ വിലയിരുത്തിയിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ മുഴുവൻ പറഞ്ഞു തരുന്നതിനാണ് ഇൻഫർമേഷൻ ഡൈജഷൻ എന്ന് പറയാം. ഇൻഫർമേഷൻ ഡയറ്റീഷ്യൻസ് രൂപപ്പെട്ടു വരികയാണ്. അങ്ങനെയുള്ള ഒരു കാലത്ത് കൂടുതൽ ശ്രദ്ധയോടുകൂടിയായിരിക്കണം നമ്മളുടെ പഠനങ്ങളും നമ്മളുടെ മുന്നോട്ട് പോക്കും ഉണ്ടാവേണ്ടത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പോലെ ഇത്ര വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ രാജ്യങ്ങൾ മുഴുവൻ തേടിപ്പിടിച്ച് കിട്ടാവുന്ന എല്ലിലും കല്ലിലും എഴുതി വെച്ച് ഭരണിയിൽ സൂക്ഷിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അത് മനഃപ്പാടമാക്കുന്ന ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ നമുക്കറിയാം. അവസാനം ഒരു പണ്ഡിതന്റെ അടുക്കൽ പഠിക്കാൻ വേണ്ടി ഉമ്മയുടെ തട്ടം വിറ്റ് കിട്ടുന്ന പണം ഉപയോഗിച്ച് എഴുതാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ വാങ്ങുന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യപ്പെടുന്ന ആ ഇസ്ലാമിക പണ്ഡിതൻ അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ മേഖലയിൽ നിന്നുകൊണ്ട് ലോകത്തിന് മുമ്പിൽ പഠിപ്പിച്ച ഒരു വാക്യമുണ്ട്. അഖീലൻ തനാലൽ ഇൽമ ഇല്ലാ ബിസിദ്ദത്തിൻ സഉംബിക അൻ തഫ്സീലിഹാ ബിബയാൻ ദഖാഇൻ വഹിർസിൻ വജ്തിഹാദിൻ വബൽഗത്തിൻ വസുഹ്ബതി ഉസ്താദിൻ വതൂലി സമാനി. ഓ പ്രിയപ്പെട്ട സഹോദരാ, നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? വൈജ്ഞാനിക മേഖലയിൽ ശക്തമായി വളരണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ഞാൻ 6 കാര്യം പറഞ്ഞു തരാം. ഈ 6 കാര്യം നിങ്ങൾ വളർത്തിയെടുത്താൽ നിങ്ങൾക്ക് ഏത് മേഖലയിലുള്ള പഠനവും സാധ്യമാണ്. ഒന്നാമത്തേത് ഇന്റലിജൻസ് ആണ്. നല്ല ബുദ്ധിശക്തി ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ ബുദ്ധിയെ, നമ്മുടെ ബ്രെയിനിനെ ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വഹിർസ്, നല്ല താല്പര്യത്തോടു കൂടി അതിന് സ്വയം താല്പര്യമുണ്ടാക്കുന്ന രീതിയിലേക്ക് വളരുക. വജ്തിഹാദ്, അതിനുവേണ്ടി ഡിലിജൻസ് ആയി ഹാർഡ് വർക്കായി മുന്നോട്ട് പോകാൻ കഴിയുക. വബുൽ റത്ത്, നമ്മൾ പഠിച്ചത് നിരന്തരം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. പഠിച്ചത് മറ്റൊരു ആൾക്ക് പറഞ്ഞു കൊടുക്കുകയും പഠിച്ചത് മറ്റൊരാൾക്ക് പരമാവധി വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അവര് പിന്നീട് പ്രത്യേകം പഠിക്കേണ്ട ഒരു ആവശ്യമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ സുഹ്ബത്തി ഉസ്താദ്, നല്ല രീതിയിലുള്ള ടീച്ചിങ് മെത്തഡോളജികൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ അധ്യാപകർ, ഉസ്താദുമാർ, അവരുടെ സാമീപ്യത്തോടു കൂടി തന്നെ പഠിക്കാൻ സാധിക്കണം. വതൂലി സമാൻ, പിന്നീടുള്ള ഒരു യാഥാർത്ഥ്യം ദീർഘമായ കാലം നമ്മൾ പഠിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. ഒരിക്കലും ഒരു ഷോർട്ട് പീരീഡിൽ പഠനം അവസാനിപ്പിച്ച് പോവുക എന്ന് പറയുന്നത് പുതിയ കാലത്ത് സാധ്യമേ അല്ല. വതൂലി സമാൻ, അന്ത്യനാൾ വരെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുതിയതായ പല അനുഗ്രഹങ്ങളും തരും. ഈ അടുത്ത കാലത്ത് ഇസ്ലാം സ്വീകരിച്ച ഒരു വ്യക്തി അമേരിക്കയിലുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തി അവരുടെ പേരക്കുട്ടിയും ഇസ്ലാം സ്വീകരിച്ചു. ആ ഇസ്ലാം സ്വീകരിച്ച സമയത്ത് അവർക്ക് ഖുർആൻ പഠിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കുട്ടിക്ക് ഖുർആൻ പഠിക്കാൻ കഴിയുന്നില്ല, അങ്ങേയറ്റം പ്രയാസപ്പെടാൻ. കാരണം പ്രൊനൗൺസിയേഷൻ അറിയില്ല, വായിക്കാൻ കിട്ടുന്നില്ല. പക്ഷെ കുട്ടിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, ഇതെങ്ങനെ പഠിക്കാം. അപ്പൊ ദിവസവും വന്ന് ചോദിക്കുന്നത് എങ്ങനെയെങ്കിലും പഠിപ്പിച്ചു തരുമോ. വീണ്ടും വീണ്ടും പരിശ്രമിച്ചിട്ടും കഴിയുന്നില്ല. അപ്പോ ഈ വല്യപ്പ പറഞ്ഞു കൊടുത്തു, നീ ഈ വീട്ടിലുള്ള വേസ്റ്റ് ഇടുന്ന ഈ കൊട്ടയെടുത്ത് ഇവിടുത്തെ വെണ്ണീർ എടുത്ത് നീ പുഴയിൽ പോവുക, ഇത് മുഴുവൻ നിറക്കണം. ഇത് മുഴുവൻ നിറച്ചിട്ട് ഈ വെണ്ണീർ മുഴുവൻ, ഈ ചാരം മുഴുവൻ നിറച്ചിട്ട് പുഴയിൽ പോയി അവിടെ വെള്ളം നിറക്കണം. എന്നിട്ട് വെള്ളം നിറക്കുകയും ഇതിലുള്ള കരി അല്ലെങ്കിൽ വെണ്ണീർ നഷ്ടപ്പെടാതെ തിരിച്ചു വരികയും വേണം. കുട്ടി നിരന്തരമായി പരിശ്രമിച്ചു. നമുക്കറിയാം, ഇതിന്റെ കോളിലൂടെ താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കും. വളരെ ചെറിയ വലിയ കരിക്കട്ടകൾ മാത്രമാണ് ഇതിൽ കൊടുക്കുന്നത്. അങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടും ഇത് സാധ്യമാകുന്നില്ല. അവസാനം സങ്കടപ്പെട്ട് ഈ കുട്ടി വന്ന് ഈ വല്യപ്പയോട് പറയുമ്പോ വല്യപ്പ പറയുന്ന മറുപടി, നീ ഈ കൊട്ട ആദ്യം എടുത്ത സമയത്ത് ഇതിൽ അഴുക്കുണ്ടായിരുന്നു, ഇതില് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു, ഇതിൽ അഴുക്കുണ്ടായിരുന്നു. പക്ഷെ ഓരോ പ്രാവശ്യവും നീ വെള്ളത്തിലേക്ക് പോകുമ്പോ നിന്റെ ആഗ്രഹം ഈ വെണ്ണീർ മുഴുവൻ നഷ്ടപ്പെടാതെ തിരിച്ചു വരണമെന്നായിരുന്നുവെങ്കിലും നീ അറിയാതെ സംഭവിച്ച ഒരു ഗുണമുണ്ട്, ഈ കൊട്ട വൃത്തിയായിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. നീ അത് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. നിനക്കറിയാത്ത രീതിയിൽ അള്ളാഹു അതിനുള്ള ഒരു വഴി തുറന്നു തന്നിരിക്കുകയാണ്. നീ സ്വാഭാവികമായും ശുദ്ധീകരിക്കപ്പെടുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ്,
മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിയ്യത്തെടുത്തുകൊണ്ട് ഈ വൈജ്ഞാനിക മേഖലയിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അള്ളാഹു അതിന്റെ വഴികൾ വിശാലമാക്കി തരും എന്ന് മാത്രമല്ല, ആഴക്കടലിലുള്ള മത്സ്യങ്ങൾ പോലും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മാർഗത്തിൽ അള്ളാഹുവിന്റെ മാലാഖമാർ വന്നുകൊണ്ടിരിക്കും. ഈ പ്രതീക്ഷയോടുകൂടി, ഈ ആവേശത്തോടുകൂടി പടച്ച തമ്പുരാൻ നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹത്തിന്റെ വഴിയിലൂടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത് എന്ന പ്രതീക്ഷയോടുകൂടി പടച്ച തമ്പുരാനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വൈജ്ഞാനിക മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് ഒരിക്കലും നമ്മളുടെ മനസ്സിൽ സാധ്യമാകുന്ന ഒരു ബൗണ്ടറിക്ക് അപ്പുറത്തായിരിക്കും. ആ രീതിയിലേക്ക് വളരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ അർത്ഥത്തിലും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് നസ്തഗ്ഫിറുല്ലാഹ വ നസ്അലുക ജന്നത വ നഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ അർഹംനാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ.